ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മൾ ഇന്നലെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഐ സ്റ്റാൻഡ് വിത്ത് യു അഗെയിൻസ്റ്റ് ദ ഡിസോർഡർ എന്നുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ കുറച്ച് ഭാഗം നമ്മൾ ഇന്നലെ എടുത്തു. അതിൻ്റെ ബാക്കിയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ പറഞ്ഞു ദ വേ വി ടോക്ക് അബൌട്ട് അവർ സെൽസ് ആസ് ഒക്കനാഗൻ പീപ്പിൾ ഈസ് ഡിഫിക്കൾട്ട് ടു റെപ്ലിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പം ഇംഗ്ലീഷിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ സംസ്കാരത്തെക്കുറിച്ച്, അവരുടെ മൂല്യങ്ങളെക്കുറിച്ചൊക്കെ പറയാൻ കുറച്ച് പ്രയാസകരമാണ്. when we say the Okanagan word for ourselves, we are actually saying the ones who are dream and land together. അപ്പോൾ അവരെക്കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് പറയാൻ പറ്റുന്നത് ഈ ഒക്കനാഗൻ ട്രൈബിനെ കുറിച്ച്, ഒക്കനാഗൻ പീപ്പിളിനെ കുറിച്ച് അവർക്ക് പറയുന്ന സമയത്ത് അവർക്ക് പറയാൻ പറ്റുന്നത് ദ വൺസ് ഹു ആർ ഡ്രീം ആൻഡ് ലാൻഡ് ടുഗെദർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് അവരുടെ സ്വപ്നമാണ്, അവരുടെ ഭൂമിയാണ്, അതെല്ലാം അവരുടേതാണ്. ആൻഡ് ടുഗെദർ എന്നുള്ള വാക്ക് ആലോചിക്കുക. ടുഗെദർ ഒരുമിച്ച്, ഒറ്റക്കെട്ടായി. അപ്പോൾ ആ ഒരു ഒക്കനാഗൻ എന്ന് പറയുന്ന ആ ഒരു ട്രൈബ്, ദേ ആർ യുണൈറ്റഡ്, ദേ ആർ ടുഗെദർ, ദേ ആർ യുണീക്ക്. ദാറ്റ് ഈസ് അവർ ഒറിജിനൽ ഐഡൻറ്റിറ്റി. അപ്പോൾ ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹർ ഐഡൻറ്റിറ്റി. ഷീ ഈസ് വെരി പ്രൗഡ് ഓഫ് ഹർ ഐഡൻറ്റിറ്റി. ഷീ ഈസ് പ്രൗഡ് ഓഫ് ബീയിങ് ആൻ ഒക്കനാഗൻ ട്രൈബ്. Before anything else, we are the living, dreaming earth pieces. അവർ പറയാം, നമ്മൾ ഈ ജീവിക്കുന്ന, സ്വപ്നം കാണുന്ന ഒരു ഭൂമിയുടെ കഷ്ണമാണ് ഞങ്ങൾ എന്നാണ്. ഭൂമിയുടെ കഷ്ണമാണ് എന്ന് പറയുമ്പോൾ ദ പീസ് ഓഫ് എർത്ത്, ദ പീസ് ഓഫ് എർത്താണ്. അപ്പോൾ ആ എർത്തിൽ എന്തുണ്ടാവും? ദ പീപ്പിൾ ആർ യുണൈറ്റഡ്, ദേ ആർ നോട്ട് സെപ്പറേറ്റഡ്. ഡ്രീം ഈസ് ദ ക്ലോസസ്റ്റ് വേർഡ് ദാറ്റ് അപ്രോക്സിമേറ്റ്സ് ദ ഒക്കനാഗൻ. അപ്പോൾ നമുക്ക് ഡ്രീം എന്നുള്ളൊരു വേർഡ് ഇതിൽ പറയുന്നുണ്ട്. ഈ ഡ്രീം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന സ്വപ്നമല്ല, സാധാരണ APJ അബ്ദുൽ കലാം പറഞ്ഞ സ്വപ്നമല്ല, മറിച്ച് ഇറ്റ് ഈസ് എ വേർഡ് ദാറ്റ് അപ്രോക്സിമേറ്റ്സ് ദ ഒക്കനാഗൻ. ഇത് ഒക്കനാഗനുമായി ബന്ധപ്പെട്ട ഒരു വേർഡാണ്. ബട്ട് അവർ വേർഡ് ഡസൻറ്റ് പ്രിസൈസ്ലി മീൻ ഡ്രീം. അപ്പോൾ ആ ഒരു ഡ്രീം, അവരുടെ ഡ്രീം എന്ന് പറഞ്ഞത് വെറും ഒരു ഡ്രീം അല്ല. ഇറ്റ് ആക്ച്വലി മീൻസ് ദ അൺസീൻ പാർട്ട് ഓഫ് അവർ എക്സിസ്റ്റൻസ് ആസ് ഹ്യൂമൻ ബീയിങ്സ്. അപ്പം ഒരു ചോദ്യം ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. വാട്ട് ഈസ് ദ ഡ്രീം അക്കോർഡിംഗ് ടു ജാനറ്റി ആംസ്ട്രോങ് എന്ന് ചോദിച്ചാൽ, ദ ഡ്രീം ഈസ് ദ അൺസീൻ പാർട്ട് ഓഫ് ദെയർ എക്സിസ്റ്റൻസ് ആസ് ഹ്യൂമൻ ബീയിങ്. അവർ മനുഷ്യനായി ജീവിക്കുന്നതിൻ്റെ കാണാത്ത ഭാഗങ്ങളാണ് യഥാർത്ഥത്തിൽ ഡ്രീം എന്നതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അതും ഒരു സ്വപ്നം തന്നെയാണ്. ആളുകൾ കാണാത്ത, നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളാണല്ലോ ശരിക്കും ഡ്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ അനുഭവങ്ങളിൽ ആളുകൾ കാണാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ കാണാത്ത ഭാഗങ്ങളെയാണ് അവർ ഡ്രീം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മേ ബി ദ മൈൻഡ് ഓർ ദ സ്പിരിറ്റ് ഓർ ദ ഇൻ്റലക്റ്റ്. അപ്പോൾ ഈ ഡ്രീം എന്ന് പറയുന്നത് ഒരു മനസ്സാവാം, നമ്മുടെ ആത്മാവാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബുദ്ധിയാവാം. വി ആർ മൈൻഡ് ആസ് വെൽ ആസ് മാറ്റർ. നമ്മൾ മനസ്സുമാണ്, മാറ്ററുമാണ്. വി ആർ ഡ്രീം, മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. നമ്മൾ സ്വപ്നമാണ്, നമ്മൾ ഓർമ്മയാണ്, ഭാവനയാണ്. നമ്മൾ എന്ന് പറയുമ്പോൾ ഒക്കനാഗൻ ട്രൈബ്, ദേ ആർ ഡ്രീം ആൻഡ് മെമ്മറി ആൻഡ് ഇമാജിനേഷൻ. ഇനി അടുത്ത പാരഗ്രാഫിൽ പറയുന്നത്, അനദർ പാർട്ട് ഓഫ് ദ വേർഡ് മീൻസ് ദാറ്റ് ഇഫ് യു ടേക്ക് എ നമ്പർ ഓഫ് സ്ട്രാൻഡ്സ് ഓഫ് ഹെയർ. ഇവിടെ ഒരു ജസ്റ്റ് ഒരു മെറ്റഫറാണ് ഉപയോഗിക്കുന്നത്. എന്താണിത്? ഒരുപാട് ഈ മുടി നമ്മൾ ഒരുമിച്ച് കൂട്ടിയെടുക്കുക, മുടിക്കെട്ടുകൾ, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ മുടിയൊക്കെ ഇങ്ങോട്ട് എടുത്തിട്ട്, വലിയ മുടിയായതല്ലോ, അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ ചുരുട്ടി കൂട്ടുകയാണ്. ട്വൈൻ ഓർ ട്വൈൻ, പ്ലേസ് ദം ടുഗെദർ. എന്നിട്ട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുമിച്ചാട് വെക്കുകയാണ്. ആൻഡ് ദെൻ റബ് യുവർ ഹാൻഡ്സ് ആൻഡ് ബൈൻഡ് ദം ടുഗെദർ. എന്നിട്ട് കൈയൊക്കെ നല്ലോണം ഉരതിയിട്ട് അത് കെട്ടുക.
അപ്പോൾ ആ കിട്ടുന്ന സമയത്ത് ദേ ബിക്കം വൺ സ്ട്രാൻഡ്. അപ്പോൾ അവിടെയും കാണിക്കുന്നതാണ് ഒരു യൂണിറ്റിയാണ്, യൂണിറ്റി. അപ്പോൾ ആ മുടിക്കെട്ടുകൾ ഒന്നായിട്ട് ചുരുണ്ട് കൂടിയിട്ട് ഒരു കെട്ടായിട്ട്, ഒറ്റക്കെട്ടായിട്ട് മാറുന്നത് നമുക്ക് കാണാം. ഇവിടെ ഒരു മെറ്റഫറാണ്. അതായത് നമുക്ക് ഈ ഒക്കനാഗൻ ട്രൈബിലുള്ള എല്ലാ ആളുകളും ഒരുമിച്ച് യുണൈറ്റഡ് ആയിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് രക്ഷയുള്ളൂ എന്നാണ് പറയുന്നത്. യു യൂസ് ദിസ് thought symbolically when you make twine, thread and coiled baskets. ഓക്കെ, അപ്പോൾ ഒരു സിംബോളിക്കലായിട്ടാണ് ഉപയോഗിക്കുന്നത്. ട്വൈൻ, ത്രെഡ് ആൻഡ് കോയിൽഡ് ബാസ്ക്കറ്റ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അതൊക്കെ എങ്ങനെ കെട്ടി പിണയാൻ വേണ്ടിയിട്ട്, ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ദിസ് പാർട്ട് ഓഫ് ദ വേർഡ് റെഫേഴ്സ് ടു അസ് ബീങ് ടൈഡ് ഇൻ ടു ആൻഡ് പാർട്ട് ഓഫ് എവറിത്തിങ് എൽസ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മൾ എല്ലാം മറ്റൊന്നിൻ്റെ ഭാഗമാണ്, ഒന്നും സെപ്പറേറ്റഡ് അല്ല. വി ആർ ടൈഡ് ഇൻ ടു എല്ലാം, നമ്മളെല്ലാം ഒന്നിൻ്റെ ഭാഗമാണ്. ഓക്കെ, ആൻഡ് പാർട്ട് ഓഫ് എവറിത്തിങ് എൽസ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡ്രീം പാർട്ട് ഓഫ് അവർ സെൽസ് ഫോമിങ് അവർ കമ്മ്യൂണിറ്റി. അപ്പോൾ അതാണ് നമ്മുടെ ശരിക്ക് സ്വപ്നം എന്ന് പറഞ്ഞാൽ നേരത്തെ വ്യാഖ്യാനിച്ചതാണ്. എന്താണ് സ്വപ്നം എന്നുള്ളത് ഇവർ പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു സ്വപ്നമാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. ആൻഡ് ഫോമിങ് അവർ കമ്മ്യൂണിറ്റി, ആ സ്വപ്നമാണ് ശരിക്കും നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നത്. I explain this to try to bring our whole society closer to that kind of understanding. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സിലാക്കലാണ്, അങ്ങനെയുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ആളുകൾക്ക് വേണ്ടത്. Because without that deep connection to the environment, to the earth, to what we actually are, to what humanity is, we lose our place. കാരണം എന്താ വെച്ചാൽ അങ്ങനെ ഒരു നമ്മുടെ പരിസ്ഥിതിയുമായിട്ടും നമ്മുടെ ഭൂമിയുമായിട്ടും അതുപോലെ തന്നെ നമ്മളുമായിട്ടും തന്നെ ഒരു അത്തരത്തിലുള്ളൊരു കണക്ഷൻ, ആ ഒരു ഡീപ്പ് കണക്ഷൻ, ഒരു ടൈ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ മനുഷ്യത്വം, ഓക്കെ, വി ലൂസ് അവർ പ്ലേസ്, നമുക്ക് നമ്മുടെ സ്ഥാനം തന്നെ നഷ്ടപ്പെടാം, നമ്മുടെ സ്ഥലം നഷ്ടപ്പെടാം, നമ്മൾ ആകെ ഒരു കൺഫ്യൂഷനിലാവാം, കയോസിലാവാം. കയോസ് എന്ന് പറഞ്ഞാലും കൺഫ്യൂഷൻ തന്നെയാണ്. അപ്പോൾ ആകെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയായിരിക്കാം. നമ്മൾ ചിന്നിച്ചിതറിയാൽ, നമ്മൾ യുണൈറ്റഡ് അല്ലെങ്കിൽ വി വിൽ ബി ഇൻ എ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ്. When we Okanagans speak of ourselves as individuals, we speak of 4 main capacities that operate together. നമ്മളിപ്പോൾ ഒക്കനാഗൻ ജനങ്ങൾ അവർ ഓരോ വ്യക്തികളാണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? വി സ്പീക്ക് ഓഫ് 4 മെയിൻ കപ്പാസിറ്റീസ് ദാറ്റ് ഓപ്പറേറ്റ് ടുഗദർ. 4 മെയിൻ കപ്പാസിറ്റിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ദ ഫിസിക്കൽ സെൽഫ്, ആ 4 എണ്ണം ഏതൊക്കെയാണ്? മെയിൻ capacities: the physical self, the emotional self, the thinking intellectual self, the spiritual self. അപ്പോൾ ഈ 4 എണ്ണം ചോദ്യം വരാൻ സാധ്യത ഉണ്ട്. അപ്പം വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക. എന്താണത്? ദ ഫിസിക്കൽ സെൽഫ്, ദ ഇമോഷണൽ സെൽഫ്, ദ തിങ്കിങ് ഇൻ്റലക്ച്വൽ സെൽഫ്, ദ സ്പിരിച്വൽ സെൽഫ്. അപ്പോൾ ഈ 4 കപ്പാസിറ്റീസാണ് നമുക്ക് ഉള്ളത്. അതായത് ഒക്കനാഗൻ ട്രൈബ്സിനുള്ള കപ്പാസിറ്റീസാണ് പറഞ്ഞത്. ഫിസിക്കൽ, ഇമോഷണൽ, തിങ്കിങ് ഇൻ്റലക്ച്വൽ ആൻഡ് സ്പിരിച്വൽ സെൽഫ്. ദ 4 cells join us to the rest of creation. അപ്പോൾ ഈ 4 സെൽസ്, ഇപ്പോൾ 4 സെൽസ് പറഞ്ഞു, ഈ 4 സെൽസാണ് നമ്മളെ മറ്റുള്ള ജീവികളുമായിട്ട് ബന്ധപ്പെടുത്തുന്നത്. Okanagans teach that the body is earth itself. ഈ ഒക്കനാഗൻ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ ശരീരം തന്നെയാണ് ഭൂമി എന്നുള്ളതാണ്. അവർ ഫ്ലഷ്, ബ്ലഡ് ആൻഡ് ബോൺസ് ആർ എർത്ത് ബോഡി. നമ്മുടെ മാംസം, നമ്മുടെ രക്തം, നമ്മുടെ എല്ലുകൾ, ദേ ഓൾ ആർ എർത്ത് ബോഡി എന്നാണ് പറഞ്ഞത്. എർത്ത് എന്താണ്? ഭൂമിയുടെ ശരീരമാണ്. അതും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? നമ്മുടെ മാംസം, രക്തം, അതുപോലെ തന്നെ നമ്മുടെ എല്ലുകൾ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. In all cycles in which earth moves,
സോ ഡസ് അവർ ബോഡി. നമ്മുടെ ശരിക്കും നമുക്ക് റെവല്യൂഷൻ, റൊട്ടേഷൻ അതിനൊക്കെ കുറിച്ചൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ ഇൻ ഓൾ സൈക്കിൾസ് വിച്ച് എർത്ത് മൂവ്സ്, എങ്ങോട്ട് കറങ്ങിയിട്ടുണ്ടെങ്കിലും ഏത് സമയത്ത് ഭൂമി കറങ്ങിയിട്ടുണ്ടെങ്കിലും സോ ഡസ് അവർ ബോഡി, നമ്മുടെ ശരീരവും കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഓക്കെ, വി ആർ എവ്രിതിങ് ദാറ്റ് സറൗണ്ട്സ് അസ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശരീരം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ഒരുപാട് സംഭവങ്ങളെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മളെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ ചുറ്റുന്ന സംഭവങ്ങൾക്ക് നമ്മൾ എല്ലാം ആണ്. ഇൻക്ലൂഡിങ് ദ വാസ്റ്റ് ഫോഴ്സസ് വി ഓൺലി ഗ്ലിംസ്. ഓക്കെ, ഈ നമ്മൾ ചിലപ്പം ഒരൊറ്റ നൈമിഷികമായി കാണുന്ന സംഭവങ്ങളുണ്ടാവും. ഓക്കെ, അതൊക്കെ അതിൽ ഉൾപ്പെടും. നമ്മൾ അതിൻ്റെ ഒക്കെ ഭാഗമാണ്. പർവ്വതങ്ങളാവട്ടെ, പിന്നെ നദികളാവട്ടെ, സമുദ്രമാവട്ടെ, തെങ്ങ്, കവുങ്ങ്, അങ്ങനെയുള്ള എന്ത് ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എന്ത് സാധനങ്ങളൊക്കെ ആവട്ടെ, അതൊക്കെ അതിൻ്റെ ഒക്കെ ഭാഗമാണ് നമ്മൾ. അപ്പോൾ വി ആർ വെരി മച്ച് അറ്റാച്ച്ഡ് ടു ദ എൻവയൺമെൻറ്റ്. If we cannot continue as an individual life form, we dissipate back into the larger self. അതായത് നമുക്ക് ഒരു വ്യക്തിത്വം നമുക്ക് ഈ ഭൂമിയിൽ കണ്ടെത്താൻ സാധിക്കുന്നില്ലെങ്കിൽ എന്താണ്, വി ഡിസിപ്പേറ്റ് ബാക്ക് ഇൻ ടു ദ ലാർജർ സെൽഫ്. അതായത് നമ്മുടെ ആ ഒരു ഭൂമിയാകുന്ന ആ വിശാലമായ ആ ഒരു പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നാം മാറും. വ്യക്തിത്വം എന്ന് പറയുന്ന സംഭവം ഇല്ലെങ്കിൽ നമ്മൾ പ്രപഞ്ചത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുന്നു. ആസ് ഓക്കനാഗൻസ് വി സേ ദ ബോഡി ഈസ് സേക്രഡ്. ഇനി നമുക്ക് ഓക്കനാഗനെ കുറിച്ച് പറയാം. ഓക്കനാഗനെ കുറിച്ച് പറയുന്ന സമയത്ത് ദ ബോഡി ഈസ് സേക്രഡ്. അവരെ സംബന്ധിച്ചിടത്തോളം ശരീരം എന്ന് പറയുന്നത് ശ്രേഷ്ഠമാണ്. ഓക്കെ, സേക്രഡ് ആണ്, ശ്രേഷ്ഠമാണ്. ഇറ്റ് ഈസ് ദ കോർ ഓഫ് അവർ ബീയിങ്. ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ സത്താണ് എന്നാണ്. നമുക്ക് ശരീരമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ സത്താണ്. വിച്ച് പെർമിറ്റ്സ് ദ റെസ്റ്റ് ഓഫ് ദ സെൽഫ് ടു ബി. ഈ ശരീരം ഉണ്ടായിട്ടാണ് നമ്മുടെ മറ്റുള്ള എല്ലാ സെൽഫും, സ്വത്വവും ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സുണ്ടാവണമെങ്കിലും അത് മനസ്സ് നിൽക്കണമെങ്കിൽ ഒരു ശരീരം വേണം. അപ്പോൾ ശരീരം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ഓഫ് അവർ എക്സിസ്റ്റൻസ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ്റെ, നമ്മുടെ നിലനിൽപ്പിൻ്റെ വലിയ ഒരു സമ്മാനമാണ്. അപ്പോൾ നമുക്ക് നിലനിൽക്കാൻ തീർച്ചയായിട്ടും ശരീരം ആവശ്യമാണ്. അവർ വേർഡ് ഫോർ ബോഡി ലിറ്ററലി മീൻസ് ദ ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി. ഓക്കെ, നമ്മുടെ ശരീരത്തിനുള്ള നമ്മുടെ വാക്ക്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദ ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി എന്നാണ്. ദ ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി, അവർ വേർഡ് ഫോർ ബോഡി. അപ്പോൾ ആ ബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി. അതും ഒരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ബോഡി അക്കോർഡിംഗ് ടു ഓക്കനാഗൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദ ലാൻഡ് ഡ്രീമിങ് കപ്പാസിറ്റി. ദ ഇമോഷണൽ സെൽഫ് ഈസ് ദാറ്റ് which connects to our other parts of our larger selves around us. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇമോഷണൽ സെൽഫ് എന്നതുകൊണ്ട് നമ്മൾ ശരീരത്തെക്കുറിച്ച് പറഞ്ഞു. ഇനി മനസ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, നമ്മുടെ ഇമോഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്, വൈകാരികതയെക്കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇമോഷണൽ സെൽഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് വിച്ച് കണക്ട്സ് ടു ദ അതർ പാർട്സ് ഓഫ് അവർ ലാർജർ സെൽസ് അറൗണ്ട് അസ്. ഓക്കെ, നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് ശരിക്ക് നമ്മുടെ വലിയ വിശാലമായ ഈ ലോകത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു വസ്തുവാണ് മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ എന്ന് പറഞ്ഞത്, വൈകാരികത എന്ന് പറഞ്ഞത്. വി യൂസ് എ വേർഡ് ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ആസ് ഹാർട്ട്. നമ്മൾ അതിനെ വേണമെങ്കിൽ ഇമോഷനെ നമ്മൾക്ക് ഹാർട്ട് എന്നും വേണമെങ്കിൽ പറയാം. ഹാർട്ട് നമുക്ക് ഹൃദയം കൊണ്ടാണല്ലോ, ഹൃദയത്തിലാണല്ലോ വൈകാരികത ഉണ്ടാകുന്നത്. ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഫോം ബോൺസ് വിത്ത് പെർട്ടിക്കുലർ ആസ്പെക്ട്സ് ഓഫ് അവർ സറൗണ്ടിങ്സ്.
അപ്പം മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള മറ്റു വസ്തുക്കളുമായിട്ട് കൂട്ടിയിണക്കാനുള്ള നമ്മുടെ കഴിവിനെയാണ് നമുക്ക് ഇമോഷണൽ സെൽഫ് എന്ന് പറയുന്നത്, നമ്മുടെ വൈകാരികത, നമ്മുടെ ഹാർട്ട് എന്നൊക്കെ പറയാൻ സാധിക്കും. We say that we as people stay connected to each other, our land and all things by our hearts. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വി സേ ദാറ്റ് വി ആസ് പീപ്പിൾ സ്റ്റേ കണക്റ്റഡ് ടു ഈച്ച് അതർ. നമ്മൾ ജനങ്ങളെന്ന നിലയ്ക്ക് നമ്മളെല്ലാവരും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. പരസ്പരം എന്ന് പറയുന്ന ജനങ്ങളും മാത്രമല്ല, നമ്മുടെ ലാൻഡ്, നമ്മൾ ജീവിക്കുന്ന പ്രകൃതി, സ്ഥലം ആൻഡ് ഓൾ തിങ്സ് എല്ലാം, നമ്മൾ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുമായിട്ടും നമ്മുടെ ഹൃദയം കൊണ്ട് എല്ലാവരും കണക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, thank you very much for watching.